ഒരു ആവേശത്തിൽ തുടങ്ങിവെച്ചു പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിൽ ഒതുങ്ങാത്ത വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരിയുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചിലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തുവരുന്നത്. ഇത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നതിൽ സംശയമൊന്നുമില്ല. ഇസ്രായേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണി ഇറാനെയും അതിന്റെ പ്രോക്സികൾക്കെതിരെയും ശക്തമായി പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിക്കുന്നതായി നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് ഇറാന്റെ കയ്യിൽ നിന്നും എട്ടിന്റെ പണിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാന്റെ സൈനിക സഖ്യകക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറയുന്നു. ഇതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പ്രതിരോധ ചിലവുകൾക്കായി ശുപാർശ നൽകുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി അവരുടെ കണ്ടെത്തലുകൾ നെതന്യാഹു, ധനമന്ത്രി ബെസാലൻ സ്മോട്രിച്ച് എന്നിവർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രായേൽ. ഗാസയിൽ ഉണ്ടായ ഇസ്രായേലിന്റെ വംശഹത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുണ്ടായത്. ഇതിനെ മറികടക്കാൻ പൊതുനയതന്ത്രത്തിനായുള്ള വാർഷിക ബജറ്റ് $150 മില്യൺ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 മടങ്ങ് അധികമാണ്. ഇസ്രായേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ബജറ്റിലുണ്ടായ കുതിപ്പ്. അധിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലാക്കിയ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമായാണ് ബജറ്റിലുണ്ടായ ഈ കുതിച്ചുചാട്ടം പോലും. ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ലോകത്തിനു മുന്നിൽ വെള്ളപൂശിക്കാനിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാതെ വയ്യ. തിരിച്ചടികളിൽ നിന്നും പാഠം പഠിക്കാത്ത ഇസ്രായേലിനെ തറ പറ്റിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. ഇറാൻ സായുധ സേന കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യോമ പ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ സലാമി. ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷി ഇനിയും ശക്തിപ്പെടുത്താനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് 2 പുതിയ ഭൂഗർഭ മിസൈലുകളും ഫ്ലോട്ടിംഗ് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിച്ചു. പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ. ഇനിയും ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എല്ലാവിധ പ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണ്. ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രായേലിന് ലഭിക്കുന്ന മറുപടി വലുത് തന്നെയായിരിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരത്തിനെതിരായി എത്തുന്ന ഏത് ഭീഷണികളെയും സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ അടങ്ങിയിരുന്നാൽ വലിയ തട്ടുകേടൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് സാധിക്കുമെന്ന് സാരം.